നമസ്കാരം. ട്രംപിനെ കൈകൊടുത്തില്ല. അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയുടെ അടിവേര് മാന്താൻ തുടങ്ങിക്കഴിഞ്ഞു ചൈന. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയവും തന്ത്രപരവുമായ സംഘർഷങ്ങളാൽ നിറഞ്ഞതായിരുന്നു. എന്നാൽ അടുത്തിടെയുണ്ടായ ട്രംപിന്റെ നടപടികളിലാണ് പെട്ടെന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സൗഹൃദം ഉടലെടുത്തത്. എന്നാൽ ചൈനയെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള വിദഗ്ധോപദേശം അന്ന് തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളും ഏഷ്യയിലെ ശക്തി എന്ന നിലയിൽ മത്സരിച്ചു വരുമ്പോൾ ചൈന ഇപ്പോൾ സ്വീകരിക്കുന്ന ചില നീക്കങ്ങൾ അതീവ ജാഗ്രതയോടുകൂടി ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ചൈനയും അമേരിക്കയും തമ്മിലുള്ള പുതിയ സൗഹൃദ ശ്രമങ്ങൾ. അതിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇന്ത്യയെയാണോ ലക്ഷ്യം വെക്കുന്നതെന്ന സംശയം ശക്തമാവുകയാണ്. ചൈനയുടെ വിദേശ നയ ചരിത്രം നോക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ലക്ഷ്യം നേടാൻ നീണ്ടകാല തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന പ്രവണത വ്യക്തമാണ്. ദക്ഷിണ ചൈന കടൽ, തായ്വാൻ, ഹോങ്കോങ് തുടങ്ങിയ വിഷയങ്ങളിൽ കാണിച്ച കൃത്യമായ നീക്കങ്ങൾ അതിന്റെ തെളിവുകളാണ്. ഇപ്പോൾ അമേരിക്കയുമായി സൗഹൃദം സ്ഥാപിക്കാൻ ചൈന കാട്ടുന്ന താല്പര്യം സാധാരണ നയതന്ത്രമല്ല എന്ന് വിദഗ്ധർ പോലും വിലയിരുത്തുന്നു. ആ സൗഹൃദം സ്ഥാപിച്ച ഉടൻ ഇന്ത്യൻ അതിർത്തിയിൽ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ചൈന ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. ടിബറ്റിലെ ലുൻസായ് വിമാനത്താവളത്തിൽ 36 എയർക്രാഫ്റ്റ് ഹാങ്ങറുകളുടെയും പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളുടെയും ഒരു പുതിയ ഏപ്രണിന്റെയും അഥവാ എയർക്രാഫ്റ്റുകൾ പാർക്ക് ചെയ്യാനും സർവീസ് ചെയ്യാനുമായിട്ടുള്ള റാമ്പിന്റെയും നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ് ചൈന എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അരുണാചൽ പ്രദേശ് മേഖലയിലെ ഇന്ത്യ ചൈന അതിർത്തിയായ മക്മഹോൺ ലൈനിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ മാത്രം വടക്കുമാറിയാണ് ലുൻസെ വ്യോമത്താവളം. അരുണാചൽ പ്രദേശിലെ തന്ത്രപ്രധാനമായ പട്ടണമായ തവാങ്ങിൽ നിന്ന് ഏകദേശം 107 കിലോമീറ്റർ അകലെയുമാണ്. ലുൻസയിലെ പുതിയ എയർക്രാഫ്റ്റ് ഹാങ്ങറുകളുടെ നിർമ്മാണത്തിലൂടെ ചൈനയ്ക്ക് യുദ്ധവിമാനങ്ങളും ഡ്രോൺ സംവിധാനങ്ങളും പ്രദേശത്ത് അതിവേഗം വിന്യസിക്കാനുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ്. ഇതോടെ അരുണാചൽ പ്രദേശിലും അസമിലുമുള്ള സ്വന്തം വ്യോമത്താവളങ്ങൾക്കുണ്ടാവുന്ന ഭീഷണി ചെറുതല്ല എന്നാണ് റിപ്പോർട്ട്. എയർക്രാഫ്റ്റ് ഹാങ്ങറുകളുടെ നിർമ്മാണത്തോടെ ചൈനീസ് സൈന്യത്തിന്റെ തന്ത്രപരമായ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമെല്ലാം ലുൻസയിൽ തന്നെയായിരിക്കും സൂക്ഷിക്കുക എന്ന് മുൻ ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ BS ധനോവ പറഞ്ഞു. ഈ പ്രദേശത്തെ ഭൂഗർഭ തുരങ്കങ്ങളിൽ വെടിക്കോപ്പുകളും ഇന്ധനങ്ങളും അവർ ഇതിനകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വ്യോമത്താവളങ്ങളുടെ നിർമ്മാണവും നവീകരണവും ഭാവിയിലെ ചൈനീസ് യുദ്ധ പദ്ധതികൾക്ക് വലിയ സഹായമാകുമെന്നതിനാൽ ഇന്ത്യക്കുമേൽ ഗുരുതരമായ ഭീഷണിയാണ് നിലനിൽക്കുന്നതെന്ന് വ്യോമസേനയുടെ മുൻ വൈസ് മേധാവി എയർ മാർഷൽ അനിൽ ഖോസയും പറഞ്ഞു. നേരത്തെ ടിബറ്റിലെ പാങ്കോങ് തടാകത്തിന്റെ തീരത്ത് ചൈനയുടെ പുതിയ വ്യോമ പ്രതിരോധ സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. US ആസ്ഥാനമായുള്ള ജിയോ ഇന്റലിജൻസ് സ്ഥാപനമായ ഓൾ സോഴ്സ് അനാലിസിസിലെ ഗവേഷകരാണ് ഈ നിർമ്മാണം ആദ്യമായി തിരിച്ചറിഞ്ഞത്. 2020 ഇന്ത്യയും ചൈനയുമായി ഉണ്ടായ അതിർത്തി സംഘർഷത്തിന്റെ പ്രധാന പോയിന്റുകളിൽ നിന്ന് ഏകദേശം 110 കിലോമീറ്റർ മാത്രം അകലെയായാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയുടെ പുതിയതായി നവീകരിച്ച ന്യോമ എയർഫീൽഡിന് നേരെ എതിർവശത്തായി യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്ന് ഏകദേശം 65 കിലോമീറ്റർ അകലെ ഗാർ കൗണ്ടിയിൽ ഈ സമുച്ചയത്തിന്റെ ഒരു പകർപ്പ് അവർ കണ്ടെത്തിയിരുന്നു. അമേരിക്കയുമായുള്ള പുതിയ കൂട്ടുകെട്ട് ഇന്ത്യയുടെ വേഗതയേറിയ വളർച്ചയെയും അന്താരാഷ്ട്ര സ്വാധീനത്തെയും നിയന്ത്രിക്കാനുള്ള നീക്കമാണ് എന്നതാണ് വിശകലനം. ഇന്ത്യയുടെ അതിവേഗ സാമ്പത്തിക വളർച്ചയും ആഗോള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന സ്ഥാനവും ചൈനയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇന്ത്യയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയുമായി ബന്ധം ശക്തിപ്പെടുത്തി സ്വയം ഒരു മധ്യസ്ഥ ശക്തിയായി മാറാനുള്ള ശ്രമമാണ് ചൈന അണിയറയിൽ നടത്തുന്നത് എന്ന് വിലയിരുത്തേണ്ടി വരും. മോദി ഭരണകാലത്ത് ഇന്ത്യ സാമ്പത്തികമായി, സാങ്കേതികമായി, സൈനികപരമായി അതിവേഗം മുന്നേറിയിരിക്കുന്നു. ആഗോളവേദികളിൽ ഇന്ത്യയുടെ ശബ്ദം ശക്തമായി ഉയർന്നു കഴിഞ്ഞു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ നിയന്ത്രണങ്ങൾ, അതിരുകളിൽ പ്രതിരോധ ശക്തി വർധന, ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ നേട്ടങ്ങൾ ഇതെല്ലാം ചൈനയുടെ നയരൂപീകരണത്തെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ അതിർത്തികളിൽ ചൈന നടത്തിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളിൽ കണ്ണു തുറന്ന് പിടിക്കേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുന്നു എന്നത് വാസ്തവമാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച